ഹിബ കമ്പി എടുത്ത് ഹിബ കമ്പി കുറച്ചിട്ട് കമ്പി എടുക്കും താഴെ മുറിച്ചിട്ട് കണ്ടോ ഓക്കെ ഗൈസ് ഇന്ന് ഗൈറോസ് ചിക്കൻ എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ ഷവർമൻ്റെ മോഡലൊരു ചിക്കൻ പ്രിപ്പറേഷനാണ്. അത് ഫുള്ള് സക്സസ്ഫുൾ ആകുകയാണെങ്കിൽ ഞാൻ വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ പറയാം ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. വീഡിയോ അവസാനം വരെ കണ്ടാൽ ഞാൻ പറയും, ചെയ്ത് നോക്കട്ടെ. ഇതൊരു വ്യത്യാസമായിട്ടുള്ളൊരു കിച്ചൺ സെറ്റപ്പാണ് കേട്ടോ. അതായത് നമ്മുടെ ഫോറസ്റ്റിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസരം വരെ കാണാം. ഓക്കെ. ഇതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് മല്ലി, പിന്നെ കുറച്ച് ചെറുജീരകം, കടുകാട് അടുത്തത് കുറച്ച് കടുക്, ഉപ്പ് ആവശ്യത്തിന് ഇടാം, വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് അതിൽ മസാല മിക്സ് ചെയ്തതിന് ശേഷം ഇട്ടാലും മതി കേട്ടോ. കുറച്ച് വെറുതെ അതിലിട്ടതാണ് കടുകിൽ. രണ്ട് മുളകിടാം.
നമ്മളിതിൽ ചെറുജീരകം, മല്ലി, പിന്നെ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പ്, കടുക്, ഇത്രയും സാധനം ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കാശ്മീർ ചില്ലി പൊടിയും കൂടെ ഇടാം. കാരണം നമ്മൾ വറ്റൽമുളക് ഇട്ടതൊരു സ്മെൽ ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. കാശ്മീരി കുറച്ചിട്ടാൽ മതി, ചെറുത് ലേശിട്ടാൽ മതി കാശ്മീരി. പിന്നെ നമ്മൾ ഉപ്പ് കുറച്ചുകൂടെ അതിൽ ഇടാം കേട്ടോ. നമ്മൾ കടുകിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇട്ടിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ച് ഉപ്പിടുന്നു നമ്മൾ ആവശ്യത്തിന്. ഓക്കെ, നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. ഒലീവ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നാവും. കുറച്ച് മല്ലിയിലയും കൂടെ അതിൽ മിക്സ് ചെയ്തിട്ട് ഇടാം കേട്ടോ. അതൊരു സ്മെൽ ചേഞ്ചിനും ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. മസാല അത്യാവശ്യം ഉണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് ഇച്ചിരി നീട്ടാം. ഇപ്പോൾ നമ്മൾ 800 ഗ്രാം ഉള്ള ഇറച്ചി ഉണ്ടാവുക, അപ്പോൾ അതിനനുസരിച്ച് മസാല ആക്കുന്നത്. മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെക്കാം. ഇങ്ങനെ ഫയറൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ആകുമ്പോഴത്തേക്ക് അതുവരെ ഇന്ന് മസാല പിടിക്കും. ഈ കമ്പിലാണ് നമ്മളിന്ന് ചിക്കൻ റെഡിയാക്കി. നമ്മുടെ വടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലാണ് നമ്മൾ ചിക്കൻ വെക്കാൻ പോകുന്നത്. തീ പിടിക്കട്ടെ. എങ്ങോട്ട് എടുത്തോ. ആ
എന്തിന് അത് കൊടുക്കും. പിടി വരുന്നത് ചൂടാവല്ലേ? പറഞ്ഞുണ്ടല്ലോ. ഒരു 75% വേവായിട്ടുണ്ട്. ഇത് സമയമെടുക്കും, കാരണം നമ്മൾ ഇതിൻ്റെ ആ പ്രഷറിലാണ് ഇത് വീഴുന്നത് ഈ ആവിയിൽ. നമ്മളിനി കുറച്ചും കൂടെ ആയി കഴിഞ്ഞാൽ ഈ കനലൊക്കെ ഇങ്ങോട്ട് സൈഡിലേക്ക് വാങ്ങി മാറ്റി വെച്ചിട്ട് ഇത് കുറച്ച് അങ്ങോട്ട് കല്ലിൻ്റെ അപ്പുറത്തേക്ക് ഇറക്കി കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഫുൾ വേവാവും. ഇപ്പം ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മൾ കുറച്ച് നേരം കൂടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം. റെഡി ആയോ നോക്കാം. അപ്പുറത്തോ നീ എവിടെ പോകുന്നേ? ഇത് സാധനം റെഡി ആയിട്ടുണ്ട്. വാ
കഴിക്കാം കഴിക്കാം ഓക്കെ. അപ്പോൾ നമ്മളെ ഗൈറോസ് ഈ പ്രൈവറ്റ് ആകുമ്പോൾ സെക്യൂരിറ്റി കാര്യങ്ങൾ നല്ലതായിരിക്കും, ഭക്ഷണവും കാര്യങ്ങളും ഉണ്ടാവും. ഗവൺമെന്റ് ആകുമ്പോൾ സേഫ്റ്റി ആയിരിക്കും. നല്ല മാറ്റമുണ്ട്. കുറച്ച് ടൊമാറ്റോ സോസും മയണീസൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറച്ച് കുബൂസൊക്കെ പ്രിപ്പയർ ചെയ്ത് റെഡി ആക്കുകയാണെങ്കിൽ ഇത് ഒരു അടിപൊളി പരിപാടിയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കുറച്ച് കുബൂസോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് മയണീസൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കൂടുതലാക്കിയിട്ട് അതിൻ്റെ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ഫുഡാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ബൈ ബൈ.